ഡോൾബി അറ്റ്മോസ്ഫിയറിൽ കാണുന്നതിന്റെ അടിപൊളിയല്ലേ. സൂപ്പർ. ഇതിനൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അതുപോലെയൊക്കെ കൊള്ളായിരുന്നു. ഇപ്പൊ കണ്ടപ്പോ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു, വല്ലാത്തൊരു ഫീൽ ആയിരുന്നു, ഫീൽ ഗുഡ് സിനിമയായിരുന്നു. അത് അന്ന് ട്രെൻഡ് ആവാത്ത ഇത് ഇന്ന് ഞാൻ കാണുന്നുണ്ട്. നല്ല സിനിമ ഇപ്പൊ ഈ സമയത്തൊക്കെ ഇറങ്ങിയപ്പം ഒരു പ്രത്യേക തരം ഒരു കാണുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല പണ്ട് ഈ മൂവി ഹിറ്റ് ആവേണ്ടായിരുന്നു, ഇനിയിപ്പോ നല്ല ഓഡിയൻസും കൂടെ ആയതുകൊണ്ട് കൊള്ളാം. നല്ല എക്സ്പീരിയൻസ്. നല്ല ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. പറ്റാതെ ഇപ്പൊ കിട്ടി, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടുതൽ ആ ഒരു BGM അതൊക്കെ നല്ല ഗൂസ് ബംസ് ഇതായിട്ട് കിട്ടി. കൊള്ളാം, അടിപൊളി, നല്ല എക്സ്പീരിയൻസ്. തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. ഇറങ്ങിയ പടമൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ സംവൺ വാണ്ട്സ് ടു സേ സംബഡി ടു സംവൺ എന്നൊക്കെ പറയുന്ന ആ ഡയലോഗ് ഉണ്ടല്ലോ, അത് ഇപ്പം അനുയോജ്യമായതുപോലെ തോന്നി. അടിപൊളി എക്സ്പീരിയൻസ്, ഒന്നും പറയാനില്ല. കണ്ണൊക്കെ നിറഞ്ഞു നമ്മളിത് കാണുമ്പോഴേ, രോമാഞ്ചമൊക്കെ ഒന്നും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. മറന്നിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണത്. നല്ല ഈ 4K ആയപ്പോൾ നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട്. പിന്നെ അന്ന് എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു, ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. അന്ന് നമ്മൾ ചെറിയ സ്ക്രീനിൽ TV സ്ക്രീനിൽ കണ്ടത് ഇപ്പം ഇങ്ങനെ വലിയ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റിയത് നല്ലതാണ്. മോനെ കൊണ്ട് കാണിക്കണമായിരുന്നു. ഞങ്ങൾ കണ്ട് സന്തോഷിച്ച സിനിമ അവനും കൂടി തിയേറ്ററിൽ കാണട്ടെ എന്നുള്ളത് വളരെ സന്തോഷം. വളരെ അതെ, ഡോൾബി അറ്റ്മോസ്ഫിയറിൽ കാണുന്നതിന്റെ അടിപൊളിയല്ലേ. സൂപ്പർ. നമ്മൾ ഫോണിൽ കാണുന്നതും തിയേറ്റർ എക്സ്പീരിയൻസും വേറെ തന്നെയാണ്. സോങ്ങിന്റെ ഒക്കെ വേറൊരു മാജിക് തന്നെ കാണാം നമുക്കിതില്. കുറെ നാൾ വെയിറ്റ് ചെയ്തിരുന്ന പടമാണ്, തിയേറ്ററിൽ കാണണമെന്ന് വിചാരിച്ചിരുന്ന പടമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം കണ്ടപ്പോൾ. പിന്നെ കുറെ സീൻസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ നല്ല രസമുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഓവറോൾ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറെ നാളിങ്ങനെ തിയേറ്ററിലൊക്കെ കാണാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചൊരു പടം ഇങ്ങനെ കാണാൻ പറ്റിയപ്പോ നമുക്ക് കണ്ടാ നമ്മൾക്ക് മോഹൻലാൽ ഫാൻസ് ഇല്ലേ, അപ്പൊ അത് കാണാൻ പറ്റി ഭയങ്കര സന്തോഷം. നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ആ ഒരു മേ ബി ഫിലിമിൽ എടുത്തിട്ട് പടം ഉണ്ടോന്നു, നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട്, സൗണ്ടും അടിപൊളിയായിട്ടുണ്ട്. ട്രിം ചെയ്ത് കുറച്ച് അലമ്പായിട്ടുള്ള ഭാഗങ്ങൾ അന്നുണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് മാറ്റി കഴിഞ്ഞപ്പോ കുറച്ചുകൂടി കുറച്ച് കണക്ഷൻസ് കട്ടാവുന്നുണ്ടെങ്കിലും അത് നന്നായിട്ട് തന്നെ വന്നിട്ടുള്ളൂ. പക്ഷെ ചില സംഭവങ്ങൾ പറയുന്നില്ല, അങ്ങനത്തെ കുറച്ച് കുഴപ്പമുണ്ട്, എന്നാ കുഴപ്പമില്ല. കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അതുപോലെയൊക്കെ കൊള്ളായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മ്യൂസിക് ഒക്കെ നമ്മൾ TV കാണുമ്പോഴല്ല, തിയേറ്റർ ഡിഫറെന്റ് എഫക്ട് എന്ന് പറയുന്ന ഡിഫറെന്റ് ആണ്. കുറച്ചും കൂടിയൊക്കെ നമുക്ക് എന്താ പറയാ, എക്സ്പീരിയൻസ് വൈസ് കുറച്ച് ബെറ്റർ ആണ്, ഫാർ ബെറ്റർ ആണ്. ഇതോ കൊള്ളായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്, പണ്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു. മ്യൂസിക് നല്ലതായിരുന്നു അതിനകത്ത്. പിന്നെ എന്തൊരു മഹാനുഭാവ പാട്ടൊക്കെ നല്ലതായിരുന്നു, എഡിറ്റ് ഇതൊക്കെ ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് വർഷം മുമ്പ് കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ തവണ TV-യിലും അല്ലാണ്ട് യൂട്യൂബിലൊക്കെ എടുത്ത് കാണാറുണ്ട്. പക്ഷെ ഇപ്പം ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തപ്പം വല്ലാത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ മ്യൂസിക് ആണെങ്കിലും, ഒരു വിദ്യാസാഗർ ഫാൻ എന്ന നിലയിലും ലാലേട്ടൻ ഫാൻ എന്ന നിലയിലും ഭയങ്കര ഹാപ്പിയാണ്. എക്സ്ട്രാordinary ഫീൽ ആയിരുന്നു. തിയേറ്ററിൽ ഈ സിനിമ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതെ, അതൊരു തരത്തിലും അത് നന്നായി ട്രിം ചെയ്ത് കളഞ്ഞു, നന്നായി. ബിക്കോസ് അത് ഈ സിനിമയുടെ ഒരു ഫീലുമായിട്ട് ചിലപ്പം ഒത്തിച്ചു പോകാത്തതുകൊണ്ടായിരിക്കണം അവർ ട്രിം ചെയ്തത്. അത് സിനിമയെ ഒരു തരത്തിലും ആ എക്സ്പീരിയൻസിനെ ബാധിച്ചിട്ടില്ല. ഇൻഫാക്ട് ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് പറയല്ല, അദ്ദേഹത്തിനെ പോലെ അഭിനയിക്കാൻ വേറെ ആരും ഇല്ല എന്നുള്ളത് ഒന്നുകൂടെ പ്രൂവ് ചെയ്ത് കാണിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. വളരെ നന്നായിരുന്നു. അല്ല, അത് കാരണം അത് ഈ സിനിമയായിട്ട് വലിയ എനിക്കൊന്നും റെലവെന്റ് അല്ലാത്തത് കൊണ്ടായിരിക്കണം. അത് വിവാദമായിട്ടൊന്നും എന്നോട് റിയാക്ട് ചെയ്യാനില്ല. പക്ഷെ അത് സിനിമയായിട്ട് യോജിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം, ടെക്നിക്കാലിറ്റീസ് നോക്കിയിട്ട് തന്നെ ആയിരിക്കണം അവരത് റിമൂവ് ചെയ്ത് കളഞ്ഞത്. ആൻഡ് അത് കാണുന്നുള്ളവർക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണല്ലോ.
പിന്നെ തീർച്ചയായും വിദ്യാസാഗർ ഫാൻസ് ആണ് നമ്മളെല്ലാവരും. തുടക്കം തൊട്ട് ആൾക്കാരും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കും അവരോടൊപ്പം ഇരുന്ന് അത് എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത എക്സ്പീരിയൻസ് ആണ്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു മൂവി അത് വീണ്ടും റീ റിലീസിന് വരുന്നു എന്ന് കേട്ടപ്പോൾ ഇത്രയും എഫക്റ്റീവ് ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല. ഒരു പുതിയ അനുഭവം. അതിൽ ഏറ്റവും വലിയതായിട്ട് എടുത്തു പറയേണ്ടത് ഒരു പുതിയ തലമുറയിലുള്ളവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. കൂടുതലും യങ്സ്റ്റേഴ്സ് ആണെന്ന് കാണികളായിട്ട് വന്നിരുന്നതും എന്തായാലും വളരെ നല്ല രീതിയിൽ ആ മോഡേൺ ടെക്നോളജി കൂടി കുറച്ച് പ്രയോഗിച്ച് അത് റീ റിലീസ് ചെയ്ത് എടുത്തപ്പോൾ വളരെ നന്നായിട്ടുണ്ട്. അന്ന് കണ്ടതിനേക്കാൾ ഒരുപടി മുന്നോട്ട് ഇഷ്ടപ്പെട്ടു. ജയപ്രദ മാം ആയാലും മോഹൻലാൽ ആയിരുന്നാലും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ലാലേട്ടന്റെ അഭിനയത്തെക്കുറിച്ച് പറയാൻ വയ്യ. അത്രയും ഒരു ഇമോഷണൽ ആയിട്ടിരുന്ന് കണ്ടിട്ട് ഇറങ്ങി വരികയാണ്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. 4K റീമാസ്റ്റർ എക്സ്പീരിയൻസ് ഉള്ള അല്ല, ഞങ്ങള് ആ ജനറേഷനിൽ ഇത് ഏറ്റെടുത്തവരാണ്. ഞങ്ങൾ ഇപ്പൊ പിന്നെ കേട്ടുള്ള ഒരു ഇതല്ല. ഞങ്ങൾക്ക് അന്നേ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ തിയേറ്ററിലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, ടിവിയിലാണ് കണ്ടിട്ടുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി വന്നതാണ്. ആ എക്സ്പീരിയൻസ് ഫൈനാണ്. ഒരു രക്ഷയില്ല. 4K അതിനകത്ത് എന്താ പറയട്ടെ, ഞാനൊരു ഫിലിം മേക്കർ ആവാൻ വേണ്ടി നടക്കുന്ന ആളാണ്. എനിക്ക് പേഴ്സണലി അതിനകത്ത് ഒരുപാട് ഷോർട്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്തിപ്പം എന്താ പറയട്ടെ, മാസ്റ്റർ ചെയ്ത് വരുമ്പോഴത്തേക്കുള്ള ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ഫിലിം ക്വാളിറ്റി മാത്രമല്ല, ഓഡിയോ ക്വാളിറ്റിയും മ്യൂസിക്കും എല്ലാം ഫൈനാണ്. എനിക്കാണ് ഏകദേശം ഫസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ടല്ലോ അത് കളഞ്ഞു. പിന്നെ ജഗദീഷ് കുമാറിന്റെ സീൻ മുഴുവനായിട്ടില്ല സിനിമയ്ക്കകത്ത്. ജഗദീഷ് കുമാറിന്റെ ക്യാരക്ടർ ഇല്ല പടത്തിനകത്ത്. പിന്നെ കുറച്ച് അങ്ങനെ ഒരു 20-25 മിനിറ്റോളം ട്രിം ചെയ്തിട്ടുണ്ട്. അതുണ്ട്, കാരണം അന്ന് അത് ഇച്ചിരി ഓവറാണ്. കാരണം അത്രയും വേണ്ട ആവശ്യമില്ല. എന്നാലും ജഗദീഷ് കുമാറിനെ കാണിക്കായിരുന്നു, ആ ക്യാരക്ടർ ഇല്ല പടത്തിനകത്ത്. അല്ല, അന്ന് അത് കുറച്ച് ഇതായിരുന്നു, ആവശ്യമില്ലാത്തൊരു സീനാണത്. അതൊക്കെ മാറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഫൈറ്റ് സീനും എന്താ ഇത്താക്കെ ഞാൻ മാത്രം ഇങ്ങനെയൊക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഉണ്ട്, അത് കാണിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫസ്റ്റ് സീൻ കാണിക്കാത്തപ്പോ പുള്ളിയുടെ അപ്പോഴത്തെ ലൈഫ് സ്റ്റൈലില് നമുക്ക് ആ പെയിൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കുറവുണ്ട് പടത്തിൽ. പക്ഷെ അത് കുറച്ച് വേണമായിരുന്നു, കുറച്ച് മാറ്റിയത് ഉണ്ടെന്നാ പറഞ്ഞത്. ഇത്രയും മാറ്റണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. അതെല്ലാം ഓവറോൾ കുഴപ്പമില്ല. കാരണം ഇന്നത്തെ ഓഡിയൻസ് കുറെ കൂടെ മാറിയിട്ടുണ്ട്. ഞാൻ തന്നെ പിറകെ ഇരിക്കുന്ന പിള്ളേരൊക്കെ കമന്റ് അടിക്കുകയാണ്. അവർക്കൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു ഇതില്ല, ഒരു എന്തോ പോലെ കമന്റ് അടിക്കുക പിള്ളേർക്ക്. നമ്മൾ ആ ജനറേഷൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കറിയില്ല. നമ്മളൊക്കെ 90-കളാണ്, അതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് കാണാൻ വേണ്ടി വന്നു.